എല്ലാത്തരം കൃഷിയും ചെയ്യാന്നുള്ളതാണ്. അതായത് മത്സ്യകൃഷി പ്രധാനം. ഇവിടങ്ങളിലെ മത്സ്യങ്ങളിൽ 800 മുതൽ 1000 രൂപ വരെയൊക്കെ ചില സ്ഥലത്ത് മാർക്കറ്റ് കയറിപ്പോണ്ട്. കൊഞ്ച് മുതലുള്ള ഞണ്ട് എന്നുള്ള മത്സ്യങ്ങൾക്കൊക്കെ മറ്റ് സാധാരണ ഒരാൾ ഇങ്ങനെയുള്ള 300, 400 ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വില ലഭിക്കുന്നുണ്ട്. അതൊരു കൃഷി ചെയ്യണമെന്നില്ല. മറ്റ് വണ്ടികളൊന്നും കയറി വരുന്ന മത്സ്യങ്ങളെ പിടിച്ചാണ് അത് അധികം ഉപയോഗം നടത്താറ്. 1. 2, തെങ്ങ്. ഇതിന്റെ ഓരങ്ങളിലൊക്കെ തെങ്ങ് ഉണ്ട്, നെല്ലുണ്ട്, ചക്ക. പിന്നെ നമ്മളെ തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ അധികം കാണാവുന്ന ആഞ്ഞിലി മരങ്ങള്, ആഞ്ഞിലി ചക്കകള്, സാധാരണ ചക്കകള്, സാധാരണ മറ്റേ എല്ലാ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന സർവ ഭക്ഷ്യസാധനങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടാവും. അതാണ് അതിന്റെ ആ കൃഷിയുടെ ഒരു പ്രത്യേകത. പാടങ്ങൾ ഇത് കണ്ടു പോകാൻ തന്നെ വളരെ വളരെ നല്ല രസമാണ് കാണാനൊക്കെ. നിങ്ങൾ നോക്കിക്കോളൂ. ഒരു ഗ്രാമീണ റോഡാണ്, എങ്കിലും തിരക്കേറിയ വീതിയാണ്. വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിന്റെ ഭൂപ്രദേശത്ത് താമസിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളും ഒക്കെ വിവിധ സംസ്കാരത്തിനും കൂടെ രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാംസ്കാരികമായ ഒരു പൈതൃകം വെച്ചു പുലർത്തുന്ന ഒരു രീതിയുള്ള ജനങ്ങളാണ് കേരളത്തിന്റെ. വിവിധ നാടുകളിൽ വിവിധ രീതി സംസ്കാരം എന്ന് വേണം പറയാം. യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ ഒരു പ്രദേശത്തൊക്കെ ഒരു രാജ്യത്ത് തന്നെ ഒരേ സംസ്കാരത്തിൽ പോകുന്ന ജനങ്ങളാണ്. നമ്മുടെ ഭാരതത്തിൽ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ള ഭാരതത്തിൽ തന്നെ, എങ്കിലും കേരളത്തിലെ മാത്രം എടുത്തു പറഞ്ഞാൽ പോലും കേരളത്തിന്റെ ഓരോ ജില്ലകൾ മാറുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ട് മാറ്റം വരികയാണ്. അവരുടെ രീതികള്, അവരുടെ പ്രാർത്ഥനകൾക്ക് വരെ ഒരു മാറ്റം, അവർ വയ്ക്കുന്ന ഭക്ഷണ സംവിധാനങ്ങൾക്ക് വരെ മാറ്റം. ഒരേ ഭക്ഷണമാണെന്ന് പല വിധത്തിലുള്ള വൈവിധ്യമാണെന്ന് വെക്കുക. ഈ വഴിയോരങ്ങളിലൊക്കെ കോട്ടയം രീതിയിലുള്ള, അതായത് പിന്നെ മത്സ്യക്കറികളിലൊക്കെ പറയുകയാണെങ്കിൽ അത് ആലപ്പുഴക്കാട് മത്സ്യക്കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറയാം. അതൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഊണ് തയ്യാറാക്കി നാടൻ രൂപം വെച്ചിരിക്കുകയാണ് വഴിയോരങ്ങളിലെ അനവധി കടകളാണ്. വഴിയോരങ്ങളിൽ ഇത്തരം കുട്ടികൾ ഇത് കാണുന്നുണ്ട്. ഈ വഴികളിലൊക്കെ കാണുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ട്. അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യും, അത് ആ ഫുഡ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിക്കും, പോവും. വൈകുന്നേരങ്ങളിൽ വന്ന് നിർത്തും, കാറിന് പോകും. ഇതൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഒരു ടൂറിസം മേഖലയാക്കി വളർത്തിക്കൊണ്ടു. മുമ്പ് ഉണ്ടായിരുന്നതല്ല. മുമ്പ് ഇതൊരു ശരി നാടൻ ഏരിയ മാത്രമായിരുന്നു. ഇന്ന് നീണ്ടൂർ മുതല് കോട്ടയം ആ റൂട്ടിൽ പോയി ചേർത്തല വരെ വരുന്ന പ്രദേശങ്ങളില് തണ്ണീർമുക്കം അങ്ങോട്ട് ഒരു വലിയ ടൂറിസം മേഖലയായിട്ട് വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസോർട്ടുകളൊക്കെ ഇപ്പോൾ ഇവിടെ ആകാൻ തുടങ്ങി, ലോഡ്ജുകളൊക്കെ ഇവിടെ ആകാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ ഒരു ടൂറിസ്റ്റുകാരാ വരുന്നുള്ളത് കൊണ്ട് തന്നെ പാതയോരങ്ങളിൽ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാര് ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ പ്രവൃത്തിയും ഒക്കെ നമ്മൾക്ക് കണ്ടറിയാം. ടൂറിസ്റ്റുകളുമായിട്ടുള്ള ഈ പ്രദേശത്തിന്റെ ഒരു അടുപ്പം എങ്ങനെ വേണമെന്ന് ഇവര് കണക്കാക്കിയിട്ടാണ് ഇതൊക്കെ പെരുമാറുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.